ഈ താങ്കളും ഈ യാത്രാ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നോ? എന്താന്ന് സംഭവിച്ചത്? അന്ന് സംഭവിച്ചത് ഈ എന്താ താഴത്തെ വാട്ടർഫാളിൽ നിന്ന് അതിന് മുകളിൽ വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടെ 5:20 കുട്ടി ഫോട്ടോ എടുത്തിട്ടുണ്ട്. 5:20 അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് പിന്നെ അതിനുശേഷം കുട്ടി മുകളിലേക്ക് കയറിയാണ്. കുട്ടികൾ ഒരു 5-6 പേരുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവർ ഫോട്ടോ എടുത്ത് അവർ നേരെ പാർക്കിങ്ങിലേക്ക് വന്നു. അതിൻ്റെ പിറകെ 5:26 ഞാൻ വാട്ടർഫാൾ കണ്ട് ഞാൻ അവിടെ വന്നപ്പോൾ ഈ കുട്ടിയും ഇവരാരും ഇല്ല. ഞാൻ താഴ്ത്തു പോകുമ്പോൾ ഇവരുണ്ട്, വരുമ്പോൾ ഇവരാരും അവിടെ ഇല്ല. നിങ്ങൾ വലിയച്ഛനാണ്? അതെ, വലിയച്ഛനാണ്. അച്ഛൻ്റെ ഏട്ടനാണ്. അതെ. ഇപ്പം അവിടുന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാ? അവിടുന്ന് ലഭിക്കുന്ന ഇപ്പോൾ ബോഡി കിട്ടുന്ന ഡ്രോണിൻ്റെ വിഷ്വൽ മാത്രമേ കിട്ടിയുള്ളൂ. ബാക്കി ഇവർ താഴത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. കുട്ടിയുടെ ബോഡിയുടെ അടുത്ത് എത്തിയിട്ടില്ല. എത്തിയിട്ടില്ല. അത് കുറേ താഴെയാണ്, അങ്ങോട്ട് ഇറങ്ങി പോകാൻ വഴിയില്ല. കുറച്ച് അപ്പോൾ ഡ്രോൺ വിഷ്വലാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങോട്ട് ഇറങ്ങി എത്തണം. അതെ അതെ. അത് ഒരുപാട് താഴ്ചയിലാണല്ലേ? ഒരുപാട് താഴ്ചയിലാന്ന് പറയുന്നു. അപ്പോൾ ഇനി അതിന്റെ തുടർ നടപടികളൊക്കെ പോസ്റ്റ്മോർട്ടം ഒക്കെ എവിടെ വെച്ചാൽ അങ്ങനെയാ? അത് അവിടെ വെച്ച് തന്നെ ആയിരിക്കും, അവിടെ വെച്ച് ചെയ്യണ്ടാവും. ഇത് കണ്ടെത്തിയിരിക്കുന്നത് ഈ ഡ്രോൺ വിഷ്വലാണോ? ഡ്രോൺ വിഷ്വലായി ഇവരവിടെ എത്തുന്നുള്ളൂ എന്ന് പറയും നമ്മുടെ കൂടെ ഉള്ളവര്. ബാക്കി തെരച്ചില്ല ആരെങ്കിലും അവിടെ എത്തിയണോ എന്നുള്ള കാര്യം അറിയില്ല. അത് നല്ല താഴ്ചയിലാണോ? നല്ല താഴ്ചയിലാണെന്ന് പറയുന്നത്. കൃത്യമായിട്ട് അറിയില്ല, കൃത്യമായിട്ടൊരു വിവരം കിട്ടിയില്ല. എത്ര സമയം എടുക്കും അവിടെ ഇറങ്ങാൻ? ഒരു നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി പോവുകയാണെങ്കിൽ 1 മണിക്കൂർ കൂടെ ഇടും. ആ ഭാഗത്തേക്ക് കുട്ടി വീഴാൻ സാധ്യതയില്ല എന്ന് പറയാൻ കാരണം കുട്ടി അങ്ങോട്ട് പോകാനുള്ള സാധ്യതയില്ല, അതിനുള്ള സമയം കുട്ടിക്ക് കിട്ടിയില്ല. കുട്ടി നമ്മൾ ലാസ്റ്റ് കണ്ട ലൊക്കേഷനും ഈ ലൊക്കേഷനായിട്ട് ഒരുപാട് ഡിഫറൻസ്. നേരെ എതിർവശത്താണ്. അങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ പാരൻസ് ആരെങ്കിലും കാണും. കാരണം ഞങ്ങൾ ആ സമയത്ത് അവിടെ ഉണ്ട്, ആ ലൊക്കേഷനിലുണ്ട് ഞങ്ങളുടെ ബാക്കിയുള്ളവർ. അത് അറിയില്ല, ആരൊക്കെയെന്ന് അറിയില്ല. എല്ലാവരും പോകുന്നുണ്ടാവും. ഞാൻ അച്ഛനുമായിട്ട് സംസാരിച്ചിരുന്നു? ഇല്ല, അച്ഛനോട് സംസാരിച്ചില്ല. ബാക്കി അവരുടെ ഫ്രണ്ട്സ് 1-2 പേരായിട്ട് സംസാരിച്ചു. ഫോട്ടോ വെച്ച് ശ്രീനന്ദയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ആ ഡ്രസ്സ് തന്നെയായിരുന്നു. ആ ഫോട്ടോ ആരെങ്കിലും ഉണ്ടാവും. ഈ ഡ്രസ്സായിരുന്നു കറുത്ത ടീഷർട്ടും ബ്ലൂ ജീൻസും. അതെ. ആ വീഡിയോയിൽ കാണുന്നത് ഈ ഡ്രസ്സ് തന്നെയാണ്. 5:20 ശേഷമാണ് കാണാതാവുന്നത്. പിന്നെ സപ്പോസ് ഇത്രയും താഴത്ത് വീണിരുന്നെങ്കിൽ 4 ദിവസമായി. ആ 4 ദിവസം ശരീരത്തിന് എന്തെങ്കിലും അഴുകലൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതിപ്പോ അങ്ങനെ എന്തെങ്കിലും സംശയാസ്പദമായ രീതിയിൽ ആരെങ്കിലും കുട്ടിയെ ഫോളോ ചെയ്തിരുന്നു? ഇല്ല, അങ്ങനെയൊന്നും നമ്മുടെ അറിവിലില്ല. എന്റെ ബലമായ സംശയം അവിടുത്തെ ലോക്കൽ സപ്പോർട്ട് കൂടെ എന്തോ സംഭവിച്ചത്. നിങ്ങളെ ആരെങ്കിലും ഈ സമയത്ത് സഹായിക്കാൻ അവിടെ എത്തിയോ? അവരെങ്ങനെയായിരുന്നു? അവര് ഒരാള് മാംഗ്ലൂരുള്ള ഒരാളായിരുന്നു. അയാള് ഈ സംഭവം നടന്നപ്പോൾ തൊട്ട് ഞങ്ങളുടെ കൂടെ എല്ലാറ്റിനും കൂടെ ഉണ്ടായിരുന്നു. വിനോദയാത്രയ്ക്ക് വന്ന ആളാണോ? അയാളുടെ വൈഫിൻ്റെ വീട് അവിടെയെന്ന് പറഞ്ഞു, ചിക്ക്മാംഗ്ലൂരാന്ന് പറഞ്ഞു. അപ്പോൾ അയാളവിടെ ഇതുമാതിരി കറങ്ങാൻ വന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കണ്ടു കഴിഞ്ഞപ്പോൾ ഇവരെ വൈഫിനെ ഇവരെയും പറഞ്ഞു വിട്ടിട്ട് ഞങ്ങളുടെ കൂടെ നിന്നെന്നാണ് പറഞ്ഞത്. അന്ന് അവിടെ നിന്ന് സ്റ്റേഷനിൽ വരാനും അവരോട് സംസാരിക്കാനും ഇതിനെല്ലായിരുന്നു. കാരണം ഭാഷ ഒരു പ്രശ്നമായിരുന്നു അവിടെയുള്ള പോലീസുകാർക്ക് കന്നഡ അല്ലാതെ മറ്റൊന്നും രക്ഷയില്ല. എനിക്ക് കന്നഡ അറിയില്ല, ഹിന്ദി അറിയാം, പക്ഷെ അവർക്ക് ഹിന്ദി അറിയില്ല. അപ്പോൾ അയാളെ സംസാരിക്കാൻ കൂടെ വന്നിരുന്നു. കർണാടക പോലീസിന്റെ പോലീസ് തന്നെ ആദ്യത്തെ ദിവസം ഉണ്ടായിരുന്ന പോലീസുകാർ അങ്ങനെ തട്ടിക്കൊണ്ടുപോയാൽ അങ്ങനെ ഒരു സാധ്യത അവർ വന്ന് അങ്ങനെ ഇവിടെ ഒരിക്കലും സംഭവിച്ചിട്ടില്ല. കുട്ടി ആരെങ്കിലും കൂടെ പോയതായിരിക്കും പറഞ്ഞ് ഞങ്ങളുടെ അതിൽ കുട്ടിക്കൊന്നും റിലേഷനില്ല. അവർ പെൺകുട്ടികളെ പറ്റി നിങ്ങൾക്ക് അറിയില്ല. അങ്ങനെ നമ്മളെങ്ങനെയും ഇതാക്കാനാണ് കൺവിൻസ് ചെയ്യാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. പിന്നെ നമ്മുടെ ഇവിടുന്ന് പൊളിറ്റിക്കൽ പ്രഷറൊക്കെ വന്നപ്പോഴാണ് ഒന്ന് ഇതായത്. പിന്നെ SP നേരിട്ട് ഇടപെട്ട് കഴിഞ്ഞപ്പോൾ തന്നെ കാര്യങ്ങൾക്കൊരു ഇത് വന്നു. പക്ഷെ അപ്പോഴും ഈ ലോക്കൽസിനെ ചോദ്യം ചെയ്യുക എന്ത് സംഭവം അതൊരു ബേസിക് ആണല്ലോ. ചോദ്യം ചെയ്യാൻ ആ സമയത്ത് ആരും ഫോളോ ചെയ്യുക കാണുകയും ചെയ്തിട്ടില്ല. ഇല്ല.
എന്താണ് MLA വന്നിട്ടുണ്ട്. ഈ ഒറ്റപ്പാലം MLA K. പ്രേംകുമാർ വന്നിട്ടുണ്ട്. അദ്ദേഹം ഈ വിഷയത്തിൽ സംസാരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ ഈ മുഖ്യമന്ത്രിയുമായി MLA സംസാരിച്ചിരുന്നു. ഇത് കൂടാതെ VK ശ്രീകണ്ഠൻ MP-യും KC വേണുഗോപാലും കർണാടക സർക്കാരുമായി സംസാരിച്ചിരുന്നു. സിദ്ധരാമയ്യയുമായിട്ടും കർണാടക ആഭ്യന്തരമന്ത്രിയായിട്ട് സംസാരിച്ച് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വിഷയത്തിൽ ഇടപെട്ട് NDRFന്റെ സംഘം ഉൾപ്പെടെ നടത്തിയ തിരച്ചിലാണ് ഇപ്പോൾ മൃതദേഹം ലഭിച്ചിരിക്കുന്നത്. നേരത്തെ ഈ പരിശോധിച്ച സ്ഥലത്ത് നിന്ന് എന്തുകൊണ്ടാണ് ഈ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല, അതോടൊപ്പം തന്നെ ഈ കുട്ടി വീഴാൻ സാധ്യതയുള്ള നടന്നു പോയിരുന്ന സ്ഥലത്തിന് നേരെ എതിർവശത്താണ് കുട്ടി വീണിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ദുരൂഹത വലിയ തോതിൽ വർദ്ധിക്കുകയാണ്. അതിൽ ഒരു സമഗ്രമായ അന്വേഷണം ആവശ്യമാണ്. അത് ഈ കർണാടക സർക്കാർ അന്വേഷണം പ്രഖ്യാപിക്കും എന്ന് തന്നെ വേണം പ്രതീക്ഷിക്കാൻ. എന്തായാലും കേരളത്തിൽ നിന്നുള്ള ഈ സർക്കാരിൻ്റെയും ഈ കോൺഗ്രസ് MP-മാരുടെയും ഒരു കൃത്യമായ ഒരു മേൽനോട്ടം ഈ കാര്യങ്ങൾക്ക് ഉണ്ട്. അതുകൊണ്ട് കർണാടക ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാർ കൂടിയാണ്. അവരുടെ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ആദ്യഘട്ടത്തിൽ അവർക്ക് വേണ്ട സഹായം ലഭിച്ചില്ല. വലിയ പ്രതിസന്ധിയായിരുന്നു. കാരണം ഈ 5:20 ശേഷമാണ്, വൈകുന്നേരം 5:20 ശേഷമാണ് കുട്ടിയെ കാണാതാകുന്നത്. പിന്നീട് ഈ കാടാണ്, വലിയ ഇരുട്ടാണ്, തെരച്ചിലിന് പോലും വലിയ പ്രയാസം നേരിട്ടു. പിന്നീട് ഡ്രോൺ ഉപയോഗിച്ച് നടത്തിയ തെരച്ചിലിന് കുട്ടിയെ കണ്ടെത്താനായില്ല. ഇന്ന് ഈ ഡ്രോൺ ഉപയോഗിച്ച് നടത്തിയ തെരച്ചിലാണ് ഈ കുട്ടിയുടെ ഈ മൃതദേഹം കാണുന്നത്. അങ്ങോട്ട് കുട്ടിയുടെ അടുത്തേക്ക് ബന്ധുക്കൾക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അവിടെയുള്ള NDRF ഉദ്യോഗസ്ഥർക്കും ഈ പോലീസ് ഉദ്യോഗസ്ഥരുമാണ് നിലവിൽ അവിടെ എത്തിയതായാണ് വിവരം. ഇനി ഈ കുട്ടിയുടേത് തന്നെയാണ് മൃതദേഹം എന്ന് സ്ഥിരീകരിക്കുക എന്നുള്ളത് അതിൻ്റെ ഈ സാങ്കേതിക നിയമപരമായി ചെയ്യേണ്ട കാര്യമാണ്. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. സൈഫുദ്ദീൻ. യെസ്, എന്തായാലും ഡ്രോൺ ക്യാമറകളുടെ സഹായത്തോടു കൂടി നടത്തിയ തെരച്ചിലാണ് ഇപ്പോൾ ഈ കുട്ടിയുടെ ബോഡി കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും ഈ ബോഡി ഇതിന് മുകളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല, ആശുപത്രിയിലേക്ക് എത്തിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല.